നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധവും അതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ യുദ്ധവും അമേരിക്കയുടെ ആയുധ കലവറ ഇപ്പോൾ ശൂന്യമാക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ നിർമ്മിത യുദ്ധ ഉപകരണങ്ങളാണ് ഗാസയിലെ 10,000 കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ പോലും ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചിരുന്നത്. ഇതേ ആയുധ കലവറയിൽ നിന്ന് തന്നെയാണ് റഷ്യയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ യുക്രൈൻ സൈന്യവും പ്രധാനമായിട്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ആയുധ സഹായം നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ വിവാദമാണ് ഇപ്പോൾ ട്രംപിന്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതായത് US സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിൽ കുറവുണ്ടെന്ന റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ആരോപണം ഇപ്പോൾ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഉണ്ടായിരിക്കുന്നത്. ബൈഡന്റെ ഭരണകൂടം കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും അതുപോലെ തന്നെ വെടിക്കോപ്പുകളും നിരവധി രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് ഇപ്പോൾ തുറന്നടിച്ചിട്ടുണ്ട്. താൻ വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആ ഒരു സംഘർഷം വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കുമെന്ന ഒരു വാഗ്ദാനവും ട്രംപ് ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. യുക്രൈന് നൽകുന്ന സാമ്പത്തിക പിന്തുണ അമേരിക്ക പിൻവലിക്കുമെന്ന ഉറപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിലെ ഗുരുതരമായിട്ടുള്ള അപര്യാപ്തത അത് ചൂണ്ടിക്കാട്ടി നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അമേരിക്കൻ കോൺഗ്രസ് കമ്മീഷനിലെ വിദഗ്ധർ പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് ഒരു യുദ്ധത്തെ തടയാനും അതുപോലെ തന്നെ ആ യുദ്ധത്തെ വിജയിക്കാനും ആവശ്യമായിട്ടുള്ള ആയുധ ശേഷിയും അതുപോലെ തന്നെ കഴിവുകളും നിലവിലില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ യുദ്ധത്തിലുള്ള വിജയ സാധ്യത അത് പരുങ്ങലിലാണെന്നും ഇത് മറികടക്കാനും അതുപോലെ തന്നെ പരിഹരിക്കാനും കാര്യമായിട്ടുള്ള രീതിയിലുള്ള നിക്ഷേപം ആവശ്യമാണെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസുമായിട്ടുള്ള യുദ്ധം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസ യുദ്ധം അത് ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. കാരണം കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിച്ച് A+ നിന്നും അത് Aയിലേക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഹമാസുമായിട്ട് നടത്തുന്ന യുദ്ധത്തിലെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സാമ്പത്തിക വെല്ലുവിളികളാണിത്. ഈ ഒരു ക്രെഡിറ്റ് സ്കോർ അത് വെട്ടിക്കുറച്ചതിന്റെ കാരണമായിട്ട് അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന കാര്യം ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് ഇത്രയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്നത് എന്നാണ്. നിക്ഷേപ റാങ്കിങ്ങിൽ ഇസ്രായേലിന്റെ നിരക്ക് അത് കൂടുതൽ താഴുവാനും സാധ്യതയുണ്ടെന്നാണ് ഈ ഫിച്ച് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് തന്നെ. ഹമാസുമായിട്ട് സംഘർഷവും അതിനെ തുടർന്നുള്ള ആ പ്രത്യാഘാതങ്ങളും ഇസ്രായേലിന്റെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ ഒരു കരുത്തിനെയും എല്ലാം തന്നെ ദുർബലപ്പെടുത്തുന്നതായിട്ട് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാസയിലെ ആക്രമണങ്ങളുടെ തോത് അത് കുറഞ്ഞേക്കാമെന്ന ഒരു വിലയിരുത്തലും ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ നടത്തുന്നില്ലെങ്കിലും ഈ ഒരു യുദ്ധം നീളുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഒരേപോലെ തന്നെയുള്ള ഒരു ഭീഷണിയാണ് ഉയർത്തുന്നത്. കാരണം ഒക്ടോബറിൽ ഹമാസുമായി ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ച് 2 ആഴ്ചയ്ക്കകം തന്നെ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് സ്കോർ റിവ്യൂവിൽ വെക്കുകയും നിക്ഷേപ റാങ്കിങ്ങിൽ 6ാമത്തെ സ്കോറായിട്ടുള്ള A2 വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് കണക്കാക്കിയതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇസ്രായേലിന്റെ കടക്കണി എന്നാണ് മൂഡീസ് അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു യുദ്ധം അത് ഇറാൻ ലെബനൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ക്രെഡിറ്റ് റേറ്റിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഈ വർഷം ആദ്യം S&Pയും ഇസ്രായേലിനുള്ള ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗുകൾ വെട്ടിക്കുറച്ചിരുന്നു. അതേസമയം ഈ ഒരു ക്രെഡിറ്റ് സ്കോർ വെട്ടിച്ചുരുക്കിയത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയല്ല പ്രതിഫലിപ്പിക്കുന്നതെന്നും അത് ഞങ്ങൾ യുദ്ധത്തിലായതുകൊണ്ടാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നത്. യുദ്ധം വിജയിച്ച ഉടൻ സ്കോർ പഴയതുപോലെയാകുമെന്ന പ്രതീക്ഷയാണ് ഇസ്രായേലിന് ഉള്ളതെന്നാണ് നെതന്യാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ബ്ലൂംബർഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉപഭോഗം അതുപോലെ തന്നെ വ്യാപാരം നിക്ഷേപം എന്നിവയെല്ലാം തന്നെ വെട്ടിക്കുറച്ച ഇസ്രായേലിൽ തിരിച്ചടിയുടെ ഒരു വലിയ പരമ്പരയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം എന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധരെ പോലും ഇപ്പോൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധത്തെ തുടർന്ന് ബിസിനസ്സുകൾ സ്തംഭിച്ചതും അതുപോലെ തന്നെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചതും കൂടുതൽ ആളുകളെ കരുതൽ സേനാംഗമായിട്ട് വിളിച്ചതുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്.
2023 മുതൽ 25 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചെലവ് 55 ബില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് ബാങ്ക് ഓഫ് ഇസ്രായേൽ കണക്കാക്കിയിട്ടുള്ളത്. ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3.5% വളർച്ച കൈവരിക്കുമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ ഉൽപാദനത്തിൽ 2% വളർച്ച മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ടെൽ അവീവിൽ ഓഹരി വിപണി 35 സൂചിക നേട്ടമുണ്ടാക്കിയെങ്കിലും സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് ഭാഗങ്ങൾക്ക് കാര്യമായാണ് തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തിന്റെ അവസാന പാദത്തിലും യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആഴ്ചകളിലും ഇസ്രായേലിന്റെ ആ ഒരു മൊത്ത ആഭ്യന്തര ഉത്പാദനം അത് 20.7% കുറഞ്ഞിരിക്കുന്നത്. ഇത് സ്വകാര്യ ഉപഭോഗത്തിലെ 27% ഇടിവ്, അത് കയറ്റുമതിയിലെ ഇടിവ്, അതുപോലെ തന്നെ ബിസിനസ്സുകൾ നിക്ഷേപം വെട്ടിക്കുറച്ചത് എന്നിവയും എല്ലാം തന്നെ ഈ മാന്ദ്യത്തിന് കാരണമായിട്ടുണ്ട്. രാജ്യത്തെ 1,60,000-ഓളം പലസ്തീനി തൊഴിലാളികളെ ഇസ്രായേൽ നിരോധിക്കുകയും ആ കുറവ് പരിഹരിക്കുവാനായിട്ട് അത് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ശ്രീലങ്കയിലും റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ പോലും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർമ്മാണ കാർഷിക മേഖലകളിൽ ഈ ഒരു നീക്കം കാര്യമായിട്ടുള്ള ഫലമുണ്ടാക്കിയിട്ടില്ല എന്നത് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം മനുഷ്യശേഷിയുടെ അഭാവം, അതുപോലെ ലോജിസ്റ്റിക് തടസ്സങ്ങൾ, നിക്ഷേപ പദ്ധതികളുടെ കാലതാമസം, ബിസിനസ് മേഖലകളിലെ ഉണ്ടായിരിക്കുന്ന ഒരു തകർച്ച തുടങ്ങിയ കാരണങ്ങളാൽ ഏകദേശം 60,000-ഓളം ഇസ്രായേലി കമ്പനികളാണ് ഇപ്പോൾ വലിയൊരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലുള്ളതെന്നാണ് ബിസിനസ് സർവേ കമ്പനിയായിട്ടുള്ള കോഫൈസ് BDI പറയുന്നത്. വിനോദസഞ്ചാരികളുടെ വരവ് ഒക്ടോബറിന് മുമ്പുള്ള നിലവാരത്തേക്കാൾ ഏറെ താഴെയായതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ യുദ്ധ ചെലവുകൾ കുത്തനെ വർദ്ധിച്ചതും ഇപ്പോൾ സർക്കാരിന് കനത്ത ഒരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റ് ആയിട്ടുള്ള എലിയറ്റ് ഗാർസൈഡിന്റെ അഭിപ്രായത്തിൽ 2022 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2023 അവസാന 3 മാസങ്ങളിൽ സൈനിക ചെലവിൽ 93% വർധനയാണ് ഉണ്ടായിരിക്കുന്നത് തന്നെ. ഈ വർഷം അമേരിക്കയിൽ നിന്ന് $14 മില്യണോളം അനുബന്ധ ധനസഹായവും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. യുദ്ധാന്തരീക്ഷം മയപ്പെട്ടാൽ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയിൽ ഈ വർഷം 1.5% വളർച്ച മാത്രമാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പ്രതീക്ഷിക്കുന്നത് തന്നെ. ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിലെ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും കടം വാങ്ങുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനും അതോടൊപ്പം ഇറാനുമായിട്ടുള്ള ആ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനും രൂപകൽപ്പന ചെയ്ത ബ്രിഡ്ജിംഗ് നിർദ്ദേശവുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും നേരിടുന്ന ആ ഒരു പ്രതിസന്ധി മറികടക്കാനാണ്. ഇറാനുമായിട്ടും അതോടൊപ്പം തന്നെ റഷ്യയുമായും ചൈനയുമായും ഏറ്റുമുട്ടാനുള്ള ആരോഗ്യം നിലവിൽ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാന ഘട്ടത്തിലുള്ളതാണ്. അധികം നാൾ ഇത്തരം ആക്രമണം നടത്താനായിട്ട് അവർക്ക് കഴിയുകയുമില്ല. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഏതുതരം നീക്കം നടത്തിയാലും അത് അമേരിക്കൻ ചേരിക്ക് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് തന്നെ. കാരണം അമേരിക്കൻ ആയുധങ്ങൾ നൽകി പറഞ്ഞയച്ച യുക്രൈൻ സൈന്യത്തെ നേരിടാൻ കൂലിപ്പടയാളികളെയും ചെറിയ ശതമാനം സൈനികരെയും മാത്രമാണ് റഷ്യ നിയോഗിച്ചത് തന്നെ. യുക്രൈനെതിരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അവരുടെ വൻ സൈന്യവ്യൂഹത്തെയും നശീകരണ ശേഷിയുള്ള ആയുധങ്ങളെയും ഇതുവരെയായിട്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇറാനും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്ഷാമവും തൽക്കാലമില്ല. അവസരം നോക്കി ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്താൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കി നിൽക്കാൻ മാത്രമേ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇടപെട്ടാൽ അവർക്കും വലിയ വില നൽകേണ്ടതായിട്ട് വരും. അതാവട്ടെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാക്കാനും സാധിക്കും.